ഞാൻ ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണ് കരൾ, എവിടെയാണ് കരൾ ഇരിക്കുന്നത്, കരളിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ലിവറിനെ എഫക്റ്റ് ചെയ്യുന്നത്, ഇതേപോലെ തന്നെ അത് പ്രകൃതിദത്തമായി എങ്ങനെ സംരക്ഷിക്കാം എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ അറിയാൻ പറ്റും ഒരു ലിവറിനെ പറ്റി? നമുക്ക് ഒരുപാട് അസുഖങ്ങൾ, ലിവർ പ്രോബ്ലംസ് ആയിട്ട് പേഷ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം അതിനെപ്പറ്റി അറിയേണ്ടതും, അതേപോലെ നമ്മുടെ ഭക്ഷണത്തിലും അതേപോലെ ജീവിതശൈലിയിലും ലിവറിന്റെ സംരക്ഷണത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ മാറ്റണം എന്നുമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. പ്രധാനമായും ലിവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൈറ്റ് അപ്പർ അബ്ഡോമൻ, വലതുവശത്ത് അബ്ഡോമന്റെ ഏറ്റവും മുകളിലായിട്ടാണ് ലിവർ സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല ഇതൊരു ഗ്രന്ഥിയാണ്, ഏറ്റവും വലിയ ഗ്രന്ഥിയാണ്. ഇത് അങ്ങനെ ലിവറിന്റെ ആ ഒരു ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ കരൾ ചെയ്യുന്നത്. പ്രത്യേകമായി പറയുവാണെങ്കിൽ വിഷവിമുക്തമാക്കുക, അത് ഒരു ഒറ്റ വേർഡിലുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലാണെങ്കിലും എത്ര തന്നെ കഴുകി കഴിക്കുന്നതാണെങ്കിലും ഒരുപാട് അഴുക്കുകൾ അല്ലെ, ഇപ്പൊ നമ്മൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇറച്ചി, മീൻ ഇതെല്ലാം കഴുകിയാണ് എടുക്കുന്നതെങ്കിലും പലതരത്തിലുള്ള കാര്യങ്ങൾ, പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് പല സാധനങ്ങളും വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രിസർവേറ്റീവ്സ് ഒക്കെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ബോഡിയിൽ ഒരു കെമിക്കൽ ആയിട്ടാണ് നമ്മുടെ ലിവർ അതിനെ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഷവിമുക്തമാക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എത്ര ഭംഗിയായി കഴിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണെങ്കിലും അതിലെല്ലാം ചെറിയ രീതിയിൽ പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിഷവിമുക്തമാക്കാൻ നമ്മുടെ ലിവറിന് കഴിയണം. അതാണ് ഏറ്റവും വലിയ വർക്ക് ലിവർ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ശരീരത്തിന്റെ ഉള്ളിലും ഈ ഹീമോഗ്ലോബിൻ തകർച്ച സമയത്ത് കുറേ വേസ്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ അകത്തും നമുക്ക് വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. അത് കളയുന്ന ജോലിയും നമ്മുടെ ലിവറാണ് ചെയ്യുന്നത്. ഇനി ഇതേപോലെ തന്നെ ഇനി രണ്ടാമത്തെ ഏറ്റവും വലിയ ഒരു പണി എന്ന് പറയുന്നത് നമ്മുടെ ഡയജഷനിൽ നമ്മുടെ എന്താ പറയുന്ന ഫാറ്റ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ഇത് മൂന്നുമാണ് ഏറ്റവും അധികമായി നമ്മൾ ഭക്ഷിക്കുന്നത്. ഈ സാധനങ്ങളിൽ പ്രത്യേകമായി ഫാറ്റിന്റെ ഒക്കെ എന്താ പറയുന്ന ഡയജഷൻ അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സിങ് ചെയ്യുന്നത് നമ്മുടെ ലിവറാണ്. അതിന് വേണ്ടിയിട്ടാണ് ബൈല് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് പിത്തരസം. അപ്പൊ ഈ ഒരു പിത്തരസവും വേണം, പിന്നെ മറ്റു കാര്യങ്ങളും വെച്ചിട്ട് ബൈൽ സോൾട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഈ പറഞ്ഞ ഡയജഷൻ നടത്തുന്നത്. ഇനിയുള്ളത് എന്താണ്? ഇനി നമുക്ക് ഗ്ലൂക്കോസായി എല്ലാ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഫാറ്റ്, പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഒക്കെ ഗ്ലൂക്കോസ് ആവുന്ന സാധനങ്ങൾ തന്നെയാണ്. എന്തായാലും ഇത് കഴിഞ്ഞ് ഇതിനെ ഗ്ലൈക്കോജൻ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ ലിവറാണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. ലിവറിന്റെ ഫങ്ഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് എന്തുകൊണ്ട് നമ്മൾ ലിവറിനെ സംരക്ഷിക്കണം അല്ലെങ്കിൽ അതിനെ ശ്രദ്ധിച്ച് കൊണ്ടുപോകണം എന്ന് പറയുന്നത്. ഇനിയുള്ളത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്ക് ലിവർ പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ലിവറിന് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയായിരിക്കും നമ്മൾ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ. മെയിനായിട്ട് നമ്മുടെ വയറ് ബ്ലോട്ട് ചെയ്യാൻ തുടങ്ങും. കാരണം ഡൈജഷൻ കറക്റ്റ് അല്ല. നമ്മൾ വയറ്റിലോട്ട് കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, അതേപോലെ ഫാറ്റ് ഡൈജസ്റ്റ് ചെയ്യാൻ നമ്മുടെ ലിവറിന് കഴിയുന്നില്ല എന്നുള്ള കണ്ടീഷനിൽ ഈ ഒരു വയറ് ബ്ലോട്ട് ചെയ്യാനും അതേപോലെ അൺഡൈജഷൻ, ശരിയായിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, വയറിന് വേദന, അസ്വസ്ഥത ഒക്കെ കാണാൻ തുടങ്ങും. പിന്നെ ഒരു സിംറ്റം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ബൈലിന്റെ പ്രശ്നം കൊണ്ട്, ബൈല് പ്രോസസ്സ് ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്കിന്നിൽ യെല്ലോ കളർ, അതായത് ശരിക്കും പറഞ്ഞാൽ ജോണ്ടിസിന്റെ ആ ഒരു സിംറ്റത്തിലോട്ട് നമ്മൾ കണക്കാണ്. അപ്പൊ സ്കിന്നിൽ യെല്ലോ കളർ വരും, കണ്ണിൽ യെല്ലോ കളർ വരും. പിന്നെ പലതരത്തിലുള്ള അസുഖങ്ങളെ റിലേറ്റ് ചെയ്ത്, ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് അങ്ങനത്തെയൊക്കെ അസുഖങ്ങളെ, ഇൻഫ്ലമേഷൻസ് ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വന്നിട്ടും നമുക്ക് ഈ ഒരു കണ്ടീഷനിലോട്ട് ലിവറിന്റെ ക്യാൻസർ ഇതൊക്കെ വന്നിട്ടും നമുക്ക് ഇതേപോലെ കാണിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി ഉള്ളത് നമുക്ക് വരുന്നത് മെയിനായിട്ട് ക്ഷീണമാണ്. ഭയങ്കരമായിട്ടുള്ള ക്ഷീണം വരാം. അതും ഈ പറഞ്ഞ പോലെ നമ്മുടെ ബൈല് ശരിയായിട്ടില്ല അല്ലെങ്കിൽ നമ്മുടെ ലിവറിന്റെ ഫങ്ഷൻ കറക്റ്റ് ആയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കുന്നതാണ്. അപ്പൊ ഈ 3 പ്രധാനം ഏതൊക്കെയാണ്? വീക്ക്നെസ്, അതായത് ഭയങ്കരമായിട്ടുള്ള ക്ഷീണവും പിന്നെ വയറിന്റെ പ്രശ്നങ്ങളും അതേപോലെ സ്കിന്നും കണ്ണിലും ഈ യെല്ലോയിഷ് കളറുമാണ് ആദ്യം നമുക്ക് കാണിക്കുന്നത്. പിന്നെ മെയിനായിട്ട് നമുക്ക് നമ്മുടെ പലതരത്തിലുള്ള മെഡിക്കേഷൻസ് ആണെങ്കിലും അതേപോലെ എന്തെങ്കിലും തരത്തിലുള്ള മെയിനായിട്ട്
ആയിട്ടുള്ള രോഗങ്ങൾ, അതായത് ഇപ്പൊ ഹെപ്പറ്റൈറ്റിസിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കാണിക്കും. അല്ലെങ്കിൽ കൂടുതലായിട്ട് മരുന്ന് എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, വേറെ എന്തെങ്കിലും അസുഖത്തിനായിരിക്കാം, പക്ഷെ കൂടുതലായിട്ട് മരുന്ന് എടുത്തു എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ ലിവറിന് അതൊരു പ്രശ്നം ഉണ്ടായേക്കാം. അതേപോലെ ഗോൾ ബ്ലാഡറിന്റെ ഇൻഫ്ലമേഷൻ, ഇപ്പം ഗോൾ ബ്ലാഡറിൽ കല്ല് വന്നിട്ടോ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഇൻഫ്ലമേഷനിലോ വന്നു കഴിഞ്ഞാൽ അതിന്റെ ബാക്കിൽ അതിനോട് അടുത്തിരിക്കുന്ന നമ്മുടെ ഗോൾ ബ്ലാഡർ പ്രോബ്ലം ഉണ്ടാക്കിയാലും അതിന്റെ ഇൻഫ്ലമേഷൻ കാരണം നമുക്ക് ലിവറിൽ പ്രശ്നമുണ്ടാകാം, വീക്കം ഉണ്ടാകാം, ഇൻഫ്ലമേഷൻ അങ്ങനെയൊക്കെ ഉണ്ടാകാം. അപ്പൊ ഇതൊക്കെയാണ് ഒരു കോമൺ ക്രൈറ്റീരിയാസ് നമുക്ക് ലിവറിൽ ഒരു പ്രശ്നം ഉണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് മെയിനായിട്ട് പേഷ്യന്റ് കാണിക്കുന്നത് ഈ 3 കാര്യങ്ങളാണ്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു കൺഫ്യൂഷൻ, ബ്രെയിൻ ഫാഗ് പോലെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, കാര്യങ്ങളും ഓർമ്മയിൽ നിന്ന് പോകുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. ഒരു അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഉണ്ടാവാറുണ്ട്. പിന്നെ മെയിനായിട്ട് നമുക്ക് ഉറക്കം കിട്ടുന്നില്ല, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ അത് ഇതിനോട് ചേർന്ന് വരുന്നതാണ്. ഈ ഒരു പ്രശ്നം കൊണ്ട് വയറിന്റെ അസ്വസ്ഥത കൊണ്ടും പിന്നെ ബാക്കി വയറിലെ വേദന കാരണം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും കാണിക്കാറുണ്ട്. ഇനി ഉള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്? മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ലിവറിനെ പ്രശ്നം ഉണ്ടാക്കുന്നതിന് മെഡിക്കേഷൻസ് തന്നെയാണ്. പലതരത്തിലുള്ള കെമിക്കൽസിന്റെ ഉപയോഗം, അത് മെഡിക്കേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള കെമിക്കലിന്റെ യൂസേജ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫുഡിൽ നിന്നും വരുന്ന ആൽക്കഹോള്, ഡ്രഗ്സ്, ഇങ്ങനത്തെ സാധനങ്ങൾ, ഇതൊന്നും നമ്മുടെ ലിവറിനെ പ്രോസസ് ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല. ഈവൻ നമ്മുടെ സംസ്കരിച്ച ഫുഡ്, അപ്പൊ ആൽക്കഹോൾ കഴിക്കുന്നവർക്ക് മാത്രമാണോ ലിവറിന്റെ കണ്ടീഷൻസ് വരുന്നത്? അല്ല, ഒരിക്കലും അല്ല. നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ സംസ്കരിച്ച ഫുഡും ഇതും ഒക്കെ പറ്റാതെ വന്നേക്കാം. അതായത് വൈറ്റ് ഷുഗർ പറ്റാതെ വന്നേക്കാം ചില കേസസിൽ. അത് കുറച്ച് ഹെറിഡിറ്ററിയും അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഹെറിഡിറ്ററി വൈസ് നമുക്ക് ഈ ഒരു പ്രശ്നം ഉള്ളവരാണെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് ഈ എല്ലാ കാര്യങ്ങളോടും വളരെ സെൻസിറ്റിവിറ്റി കാണിക്കാറുണ്ട്. അപ്പൊ ലിവറിനെ ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ ഭക്ഷണത്തിൽ ഈ പറഞ്ഞ പ്രോസസ്ഡ് ഫുഡും വൈറ്റ് ഷുഗറും അതേപോലെ തന്നെ ആൽക്കഹോൾ അടങ്ങിയിരിക്കുന്ന എല്ലാ സാധനങ്ങളും, കഫീനും ഇങ്ങനത്തെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനിയുള്ളത് അതേപോലെ തന്നെ മെഡിക്കേഷൻസ് കുറയ്ക്കുക, ആവശ്യത്തിന് മാത്രം മരുന്നുകൾ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. ഇതേപോലെ തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഈ നമുക്ക് ഒരു ലിവറിന്റെ കണ്ടീഷൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. അതായത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിലോട്ട് വരുന്നത് ഏതൊക്കെയാണ്? ബിലിറൂബിൻ, അതേപോലെ തന്നെ SGOT, SGPT ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ USG അൾട്രാസൗണ്ട് സ്കാൻ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗ്രേഡ് ലിവർ, ഫാറ്റി ലിവർ, അങ്ങനെ ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പൊ എപ്പോഴും വളരെ ശ്രദ്ധാലുവായിരിക്കുക. കാരണം ഫസ്റ്റ് ഗ്രേഡ് വന്നാൽ തന്നെ ചെറിയൊരു ഇൻഫ്ലമേഷൻ നമ്മുടെ ലിവറിൽ ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പൊ ഈ പറഞ്ഞ കൂടുതൽ കാര്യങ്ങളും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം? സാധാരണ ചോദിക്കുന്നതാണ്, ലിവറിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം? അത് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത് ഇലക്കറികൾ, പച്ചക്കറികൾ, അതേപോലെ മെയിനായിട്ട് ഇലക്കറികൾ വിഷവിമുക്തമാക്കാൻ, അതായത് ഡീറ്റോക്സിങ്ങിന് പറ്റിയ എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും നല്ലതാണ്. കാരണം ഡീറ്റോക്സിങ് ആണ് നമ്മുടെ ലിവർ പ്രധാനമായിട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഇലക്കറികൾ വിഷവിമുക്തമാക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ അവക്കാഡോ, ആപ്പിള്, പിന്നെ ബ്രൊക്കോളി, ക്യാബേജ് ഇങ്ങനത്തെയൊക്കെയുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമുക്ക് ശരിക്കും ഒരു ഡീറ്റോക്സിങ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അത് കഴിക്കുന്നതും നല്ലതാണ്. നാരങ്ങ വെള്ളം കുടിക്കുന്നത് നമ്മുടെ ബൈൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. വെളുത്തുള്ളി നല്ലതാണ്. കാരണം നമ്മുടെ ലിവറിന്റെ എൻസൈംസിനെ അത് കൂട്ടാനായിട്ട്, സജീവമായിട്ട് ഉണ്ടാക്കാനായിട്ട് അത് സഹായിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വെളുത്തുള്ളി നല്ലതാണ്. ബീട്രൂട്ട് നമ്മുടെ ഇതിന്റെ കരളിന്റെ കോശങ്ങളെ ശുദ്ധീകരിക്കാനും അതേപോലെ തന്നെ അതിൽ റീജനറേഷൻ നടക്കാനും, ഇപ്പൊ ലിവറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ഒരു ചെറിയ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിലും ആ ഇൻഫ്ലമേഷൻ ഒഴിവാക്കാനും നമ്മുടെ ബീട്രൂട്ടിനും അതേപോലെ തന്നെ വെളുത്തുള്ളി ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് കഴിവുണ്ട്. അപ്പൊ അതും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി ജനറൽ ആയിട്ട് പറഞ്ഞാൽ ഇത് നമ്മുടെ ഭക്ഷണത്തിലുള്ള ഭാഗങ്ങളാണ്. ജനറൽ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ നല്ലപോലെ ഉറങ്ങാനും അതേപോലെ സ്ട്രെസ് കുറയ്ക്കാനും, മെന്റൽ സ്ട്രെസ്സും ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പം മെന്റൽ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് യോഗയോ മെഡിറ്റേഷനോ നല്ല രീതിയിലുള്ള എക്സർസൈസും ചെയ്യണം. കാരണം ഈ ഫാറ്റി ലിവർ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ വയറിന്റെ കൊഴുപ്പ് കൂടുതലാണ് എന്ന് തന്നെ മനസ്സിലാക്കണം. കാരണം നമ്മുടെ ലിവറിന് ചുറ്റുമുള്ള കൊഴുപ്പ് അല്ലെങ്കിൽ വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് കൂടുതലാണ് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ട് എക്സർസൈസ് ചെയ്യുക. പിന്നെ സ്ട്രെസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യോഗ, മെഡിറ്റേഷൻ അങ്ങനെ രീതിയിൽ നല്ലപോലെ ഉറങ്ങുക. അതേപോലെ തന്നെ ഭക്ഷണം ക്രമമായി കഴിക്കാനും അതേപോലെ, കാരണം ബ്ലോട്ടിങ്ങും
വയറിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഡൈജഷൻ്റെ ബുദ്ധിമുട്ടുകളാണ് ഇതിൽ കാണിക്കുക. അതുകൊണ്ട് തന്നെ ക്രമമായിട്ട് കഴിക്കുക, രാത്രി ലേറ്റ് ആയിട്ട് കഴിക്കാതിരിക്കുക, നല്ലപോലെ സമീകൃത ആഹാരം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാത്തരം വെജിറ്റബിൾസും ഇങ്ങനത്തെ ഫ്രൂട്ട്സും ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതേപോലെ തന്നെ സംസ്കരിച്ച ഫുഡും ഈ പറഞ്ഞ പോലെ പ്രോസസ്ഡ് ഫുഡ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക. കെമിക്കൽസിന്റെ ഉപയോഗം കുറയ്ക്കുക. അതാണ് കെമിക്കൽസ് എന്ന് പറയുമ്പോൾ കൂടുതലും ഉള്ളിലോട്ട് പോകുന്ന കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ മെഡിക്കേഷൻസ് ആണ് കൂടുതൽ. പിന്നെ ഈ ആൽക്കഹോൾ, ഡ്രഗ്സ് ഇങ്ങനത്തെ സാധനങ്ങളാണ്. അങ്ങനത്തെ സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളൊരു നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഓർഗൻസിൽ ഉള്ളതാണ് നമ്മുടെ ലിവർ എന്ന് പറയുന്നത്. ലിവർ ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡൈജഷനും നടക്കില്ല. നമ്മുടെ ഉള്ളിലെ വേസ്റ്റുകൾ, നമ്മുടെ ശരീരത്തിലെ പലതരത്തിലുള്ള എന്താ പറയുക വിഷവിമുക്തമാക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്യാൻ ബൈലിനും ബൈൽ സോൾട്ടിനും പിന്നെ അതേപോലെ നമ്മുടെ ലിവറിനും ശക്തിയില്ലാതെ വരും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും കൂടാനും അതിനനുസരിച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനും ഇടയാകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഏറ്റവും നന്നായിട്ട് നമ്മുടെ ലിവറിനെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെയുള്ള ഹെൽത്ത് ടിപ്പുകൾ എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു നമുക്ക് അറിയുന്ന കാര്യമാണ്. ഒന്നും കൂടി മനസ്സിലാക്കി തരുന്നു, ക്ലിയർ ആക്കി തരുന്നു. കാരണം ഒരുപാട് പേഷ്യൻസ് ആണ് ഇപ്പോൾ ഈ ഒരു ഫാറ്റി ലിവറും അതേപോലെ തന്നെ പിന്നെ ലിവറിൻ്റെ കോംപ്ലിക്കേഷൻസും ഈവൻ ലിവർ സിറോസിസും ഒക്കെ ആയിട്ട് ഒരുപാട് പേഷ്യൻസ് ഉണ്ട്, നമുക്കറിയുന്നവരിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണക്രമവും ജീവിതശൈലി മാറ്റങ്ങളും വരുത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. മറ്റൊരു വീഡിയോയിൽ കാണാം.